ഫിറാസ എന്ന് പറയുന്നത്. ഫിറാസത്തുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അൽ ഫിറാസത്തു വൽ ഖിയാഫ, ഇതൊക്കെ സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണ്. ഒരു വ്യക്തിയോട് ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആളെ കണ്ടാൽ അയാൾ എന്താണ് എന്ന് പ്രവചിക്കാൻ കഴിയും, അല്ലെങ്കിൽ അയാളെ നിർവചിക്കാൻ കഴിയും. അഹ്സനുന്നാസി ഫിറാസതൻ തലാഥ, ലക്ഷണം നോക്കി വിധി പറയാൻ കഴിയുന്ന മൂന്നാളുകളാണ് ഏറ്റവും നല്ലവർ. ഒന്ന്, അൽ അസീസു ഹീന ഖാല ലിംറഅതിഹി അക്രിമി മത്വാഹു അസാ അൻ യൻഫഅനാ, وابنة شعيب حين قالت في موسى يا أبت استأجره وأبو بكر حين ولى عمر رضي الله عنهما. മൂന്ന് പേർ ഏറ്റവും നല്ല മുഖലക്ഷണം പറഞ്ഞ ആളുകളാണ്. ഒന്ന്, യൂസുഫ് നബി അലൈഹിസ്സലാം ജോർഡാനിലെ കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് അടിമയായി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് ഈജിപ്തിലെ ഗവർണർ യൂസുഫ് അലൈഹിസ്സലാമിനെ അടിമച്ചന്തയിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന നേരം തന്റെ ഭാര്യയോട്, സുലൈഖ ബീവിയോട് പറഞ്ഞു, അക്രിമി മത്വാഹു അസാ അൻ യൻഫഅനാ, ഈ ചെറുപ്പക്കാരനോട് ആദരവോടെ ബഹുമാനത്തോടെ പെരുമാറണമേ. അസാ അൻ യൻഫഅനാ, നമുക്ക് തന്നെ രാജ്യത്തിനു തന്നെ ഉപകാരപ്പെടുന്ന ഒരു പ്രതിഭയായി ഇയാൾ വളർന്നു വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തോട് മാന്യമായി ബഹുമാനത്തോടെ പെരുമാറണം. ഇത് കേവലം ഒരു അടിമയല്ല. ഇത് പറയുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം നബി ആയിട്ടില്ല, അത് അദ്ദേഹത്തിന്റെ ഫിറാസത്തായിരുന്നു എന്നാ പറയാം. മുഖം നോക്കി പറഞ്ഞതാണ്. രണ്ടാമത്തേത്, വബനതു ശുഐബിൻ ഹീന ഖാലത് ഫീ മൂസ യാ അബതി ഇസ്തഅജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. ഉപ്പാ, ഈ ചെറുപ്പക്കാരനെ, അതായത് മൂസ നബിയെ, നിങ്ങൾ വീട്ടിലെ ജോലിക്ക് വേണ്ട അജീറായി, കൂലിപ്പണിക്കാരനായി, വീട്ടിലെ സേവകനായി നിങ്ങൾ നിയമിക്കുകയാണെങ്കിൽ ആ നിയമിക്കപ്പെടുന്ന മനുഷ്യൻ അതിന് യോഗ്യനായ ഏറ്റവും നല്ല മനുഷ്യനാണ് എന്ന് ഇബ്നത്തു ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകൾ സഫൂറ